ഹലോ ഗോയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അങ്ങനെ അഗ്നി പരീക്ഷയിൽ ജയിച്ചു വരുന്ന കോമണേഴ്സിനെ അഗെയിൻസ്റ്റ് ആയിട്ട് കളിക്കാൻ പോകുന്ന ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് 2-ൽ ഞാൻ ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത്. ആരും അല്ല, ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അബിൽ ദേവ്. അതെ, അബിൽ ദേവ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ അടുത്ത് ഇൻസ്റ്റാഗ്രാം കോൺട്രവേഴ്സീസ് ഒക്കെ നിറഞ്ഞു നിന്നൊരു വ്യക്തിയാണ്. നമ്മുടെ റോബിന്റെയും വേദലക്ഷ്മിയുടെ ഇഷ്യൂലൊക്കെ കുറേ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് അബിൽ ദേവ്. ഓൺട്രപ്രണർ ആണ്, ബിസിനസ്മാൻ ആണ്. കഴിഞ്ഞ കുറേ സീസൺസിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം തന്നെയാണ് അബിൽ ദേവ്. അടുത്തെന്ന് പറയുന്നത് കിഷോർ NK. നമ്മൾ കുറേ അധികം നമ്മളുടെ നാക്കിലെ രുചിയും ഷാപ്പിലൊക്കെ അറിയും എന്നുള്ള ഒരു ചാനലിൽ നമ്മൾ കുറേ കണ്ടിട്ടുള്ളതാണ്. ഇദ്ദേഹം ഒരു ഫുഡ് ബ്ലോഗർ ആണ്, ആങ്കർ ആണ്. എനിക്ക് തോന്നുന്നത് ഹോട്ടലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പുള്ളിക്ക്. നമ്മൾ അങ്ങനെ കുറേ കേട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിനെ കുറിച്ച്. മൂന്നാമത്തെ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് വിനു VR. അതെ, വിനു VR PR ടീമിന്റെ കളികൾ കൊണ്ട് സീസൺ 7 കത്തിച്ച വ്യക്തിയാണ് വിനു VR. നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അദ്ദേഹത്തിന് വന്നുകൂടാതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ സീസൺ 7 കത്തിച്ച വിനു VR ആണ് നമ്മുടെ മൂന്നാമത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ളത്. നാലാമത്തെ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് വേറെ ആരുമല്ല, സിദ്ധാർത്ഥ് പ്രഭു. ഉപ്പും മുളകും എന്ന ചാനലിലൂടെ ഫേമസ് ആയി തട്ടിമുട്ടിയിലുണ്ടായിരുന്ന വ്യക്തി തന്നെയാണ്. അതുപോലെ തന്നെ ഈ അടുത്ത് കോൺട്രവേഴ്സീസ്, കുറച്ചധികം നെഗറ്റീവ് കോൺട്രവേഴ്സീസ് സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് സിദ്ധാർത്ഥ് പ്രഭു. ഇദ്ദേഹം വരുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം സിദ്ധാർത്ഥ് പ്രഭു. അടുത്ത നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് വേറെ ആരുമല്ല, മെഹർ ഫാത്തിമ. നമ്മൾ കഴിഞ്ഞ പ്രഡിക്ഷൻ ലിസ്റ്റിലും പറഞ്ഞിട്ടുള്ള വ്യക്തി തന്നെയാണ്. ആള് ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മളുടെ അറിവ്. മെഹർ ഫാത്തിമ കുറെ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്, ആങ്കർ ആണ്. കുറച്ചധികമായിട്ട് ഇൻസ്റ്റയിൽ കത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അടുത്ത നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് ദാസേട്ടൻ കോഴിക്കോടാണ്. നമ്മുടെ രേണുസുധിയുടെ ഒക്കെ കൂടെ കുറേ വീഡിയോസ്, ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ദാസേട്ടൻ കോഴിക്കോട്. കഴിഞ്ഞ ബിഗ് ബോസ് 7-ലും ബിഗ് ബോസ് 6-ലും ഒക്കെ നമ്മൾ കുറേ കേട്ട് തയമ്പിച്ച പേരാണ് ദാസേട്ടൻ കോഴിക്കോടിൻ്റെ. അദ്ദേഹം ഇപ്രാവശ്യം ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് ഇതുവരെ അറിയാനുള്ള റിപ്പോർട്ടുകൾ പ്രകാരം നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അടുത്ത് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഉള്ളത് നമ്മളെല്ലാവരും കുറേ കേട്ടിട്ടുള്ളതാണ്, റോഹൻ ലോന. അതെ, ആങ്കറാണ്. ഇദ്ദേഹം കഴിഞ്ഞ സീസണിൽ വരുന്നത് തന്നെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇദ്ദേഹത്തിന് പകരമാണ് മസ്താനി വന്നത് എന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ശരിക്കും പറഞ്ഞാൽ റോഹൻ ലോനയാണ് വരേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് പകരമായിട്ട് നമ്മുടെ മസ്താനി വന്നതും നമ്മുടെ സീസൺ 7 കത്തിച്ചിട്ട് പോയത്. അടുത്ത നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് ശ്രീലക്ഷ്മി അറക്കൽ. കുറേ കോൺട്രവേഴ്സീസ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ ഈ അടുത്ത് ആളുടെ വിഷമിച്ചിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി അറക്കൽ ഓൺട്രപ്രണർ ആണ്, ഇൻഫ്ലുവൻസർ ആണ്, ഒരു ഫെമിനിസ്റ്റ് എന്നൊക്കെ പറയാം. ആൾക്ക് ഓൾറെഡി അങ്ങനെ ഫെമിനിസ്റ്റ് എന്ന് പറയാനാണ് അദ്ദേഹത്തിനും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ശ്രീലക്ഷ്മി അറക്കലാണ് അടുത്ത നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റുള്ളത്. വേറെ ആരുമല്ല, കുറേ നമ്മൾ ഇതുപോലെ കേട്ട് തയമ്പിച്ച ഒരു പേര് തന്നെയാണ് അനീഷ് രവി. അതെ, നമ്മൾ കുറേ സീരിയലുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത് കുറേ ബ്രേക്ക് എടുത്ത് പോയതാണ് അനീഷ് രവി. അതിനുശേഷം നമുക്ക് പിന്നെ പറയാനുള്ളത് നീന കുറുപ്പിനെ കുറിച്ചാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ട് ഇല്ലാന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. എന്തായാലും റിപ്പോർട്ടുകൾ പ്രകാരം നീന കുറുപ്പും ബിഗ് ബോസ് സീസൺ 8-ൽ ഒരു കോണ്ടസ്റ്റൻ്റായി ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഇതുവരെ അറിഞ്ഞിരിക്കുന്നത്. അടുത്തത് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റുള്ളത് റിനി ആൻഡ് ജോർജ്. ഇദ്ദേഹത്തെ അറിയാത്ത ആരുമില്ല. നമ്മൾ ന്യൂസും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു വ്യക്തിയാണ് റിനി ആൻഡ് ജോർജ്. കുറേ കോൺട്രവേഴ്സീസും കുറേ ഇഷ്യൂസും ഒക്കെ ഉണ്ടാക്കി കുറേ സർവേ ചെയ്ത വ്യക്തിയാണ്, നമുക്കറിയാം. അപ്പോൾ കുറേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ ഉണ്ടെന്നാണ് നമ്മൾ ഇതുവരെയുള്ള അറിയാനുള്ള റിപ്പോർട്ടുകൾ പ്രകാരം റിനി ആൻഡ് ജോർജ്. അടുത്തതും നമ്മൾ കുറേ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ധന്യ എസ് രാജേഷ്. ഹെലനോസ് പാട്ട ഇൻഫ്ലുവൻസർ ആണ്, ഓൺട്രപ്രണർ ആണ്, ബിസിനസ് വുമൺ ആണ്. ഹെലനോസ് പാട്ട. അടുത്ത നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് വേറെ ആരുമല്ല, രാഹുൽ ഈശ്വർ. അതെ, നമ്മൾ മുമ്പും പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. മലയാളി ഹൗസിലൊക്കെ വിന്നറായിട്ടുള്ള വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. അദ്ദേഹം ഇപ്രാവശ്യം ബിഗ് ബോസിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ അറിയാനായിട്ട് കഴിഞ്ഞത്, രാഹുൽ ഈശ്വർ. അടുത്ത് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റുള്ളത് ഉപ്പും മുളകിലൊക്കെ കൂടി നമ്മൾ കുറേ ഫേമസ് ആയി കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ബാല. നമ്മൾ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹവും ഇപ്രാവശ്യം നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇതുവരെയും അറിയാനായിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം അറിഞ്ഞത്. ഫൈനലി നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ 15-ായി നമ്മൾ പറയാൻ പോകുന്നത് ലക്ഷ്മി നക്ഷത്രയാണ്. നമുക്ക് ഇതുവരെയും അറിയാൻ പറ്റിയിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ലക്ഷ്മി നക്ഷത്ര ഒരു കോണ്ടസ്റ്റന്റ് ആയിട്ട് ഉണ്ട് എന്ന് തന്നെയാണ്. ലക്ഷ്മി നക്ഷത്ര